ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ഞാൻ പോയിട്ട് വൈകിട്ട് വന്ന വഴിക്ക് തിലോപ്പി മീൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ വിചാരിച്ച് തിലോപ്പി മേടിക്കാമെന്ന്. അങ്ങനെ ഞാൻ അരക്കിലോ തിലോപ്പി മേടിച്ച് വന്ന് കൊണ്ടുവന്ന് കഴുകി വെട്ടി വൃത്തിയാക്കി. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ അതൊന്ന് വെറൈറ്റി രീതിയിലൊന്ന് കറി വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളുമായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അങ്ങനെ ഞാൻ ആദ്യം അടുപ്പത്തേക്ക് മൺചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക, ഒന്ന് കടുക് പൊട്ടിക്കുക. അതിനുശേഷം ഒരു സവാള അരിഞ്ഞത്, ലേശം വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇവയിട്ട് നല്ലതുപോലെ ലേശം ഉപ്പും ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴട്ടിയെടുക്കുക. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് 2 പച്ചമുളക് ഞാൻ ഇപ്പോൾ ഇടാൻ മറന്നുപോയി, ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പൊടികളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇവയിട്ട് നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറുന്നിടന്ന് വഴട്ടിയെടുക്കുക. അതിനുശേഷം ഞാൻ 2 കുടംപുളി വെള്ളത്തിയിട്ട് വെച്ചായിരുന്നു, അതും കൂടെ ഒഴിച്ച് അപ്പം നല്ലതുപോലെ ഒന്ന് തിളച്ച് വറ്റി അത് വെളിച്ചെണ്ണ തെളിഞ്ഞൊന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ തേങ്ങ അരച്ച് അതിൻ്റെ പാലെടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ 2ാം പാൽ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക. വെച്ചതിന് ശേഷം നമ്മൾ വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് വെന്ത് പറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കണം. അതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കടുക് വറുത്തൊഴിക്കുന്നുണ്ട്. ഞാൻ കടുക് വറുത്തൊഴിച്ചാൽ ഇച്ചിരി നല്ല രുചി കിട്ടും. അതിന് ഞാൻ കടുക് പൊട്ടിക്കുന്നില്ല, വെളിച്ചെണ്ണ ഇച്ചിരി ചുമന്നുള്ളി അരിഞ്ഞതും ഒരു 2 കറിവേപ്പില ഇട്ടൊന്ന് കടുക് ഒന്ന് വറുത്ത് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല സൂപ്പറാണ്, ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ്. ഞാൻ ഇങ്ങനെ മീൻകറി ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്, പക്ഷേ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റിലൂടെ അറിയിക്കുക. എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നതെല്ലാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക.